പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരുന്നത്. ഇന്ന കാരണം കൊണ്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. മനഃശാസ്ത്രപരമായിട്ട് ബയോ സൈക്കോ സോഷ്യൽ എന്നറിയപ്പെടുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് എന്നിങ്ങനെ 3 തരം കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുന്നത്. ഇതിൻ്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ ഹോർമോൺ പെട്ടെന്നൊരു കുറവ് അനുഭവപ്പെടുകയാണ്. ഉദാഹരണത്തിന് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല അളവിൽ ഹോർമോൺസ് ഉണ്ടായിരിക്കും. ഈസ്ട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുതലായിരിക്കും, പിന്നെ അതേപോലെ തന്നെ കോർട്ടിസോൾ എന്നറിയപ്പെടുന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. എന്നാൽ ഡെലിവറി കഴിയുന്നതോടുകൂടി പെട്ടെന്ന് ഈ ഹോർമോൺസിൻ്റെ അളവിൽ ഒരു താഴ്ച സംഭവിക്കുന്നു. ഇത്തരം ഹോർമോണുകൾ, ഇതേപോലെ ഓക്സിറ്റോസിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ, ഇതൊക്കെ നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസാണ്. ഇതിൻ്റെ അളവ് പെട്ടെന്ന് കുറയുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെയുള്ളൊരു കാര്യമാണ് ഉറക്കം. നമ്മുടെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഡെലിവറി കഴിയുന്നതോടെ കുഞ്ഞിൻ്റെ കെയറിലേക്ക് കടക്കുമ്പോഴത്തേക്കും പലപ്പോഴും തുടർച്ചയായിട്ട് ഉറങ്ങാൻ കഴിയാതെ വരികയും നമ്മുടെ സിർക്കാഡിയൻ റിതത്തെ ബാധിക്കുകയും നമുക്കിത് ഡിപ്രഷനിലേക്ക് കടന്നു പോകാനൊരു കാരണമായിട്ടും സംഭവിക്കാം. അതേപോലെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജെനറ്റിക്സ് തന്നെ വലിയ റോളുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡിപ്രഷനോ അതേപോലെ മറ്റെന്തെങ്കിലും ബൈപ്പോളാർ ഡിസോർഡറോ ഉണ്ടെങ്കിലും നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇതേപോലെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ഇതിന് മുന്നുള്ള ഡെലിവറിയിൽ നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഈ ഡെലിവറിയിൽ ഡെലിവറി പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഡിപ്രഷനോ ആങ്സൈറ്റിയോ മറ്റെന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യതയാണ്. ഇതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാൻ എൻ്റെ അടുത്ത റീൽസിൽ പറയുന്നതായിരിക്കും.